ഞാനിത് ഇപ്പം എണീറ്റ് ഫ്രഷായി. അല്ലോ എണീറ്റിട്ടില്ല, അല്ലോ ഉറക്കമാണ്. ഇന്ന് നമുക്ക് നാട്ടിൽ നിന്ന് ഒരു 20 കിലോയുടെ വലിയൊരു ബോക്സ് വരുന്നുണ്ട്. ഉമ്മമാരെ കൊടുത്തയച്ച കുറേ പത്തിരിപ്പൊടി, ബീഫ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഞാൻ വന്നിട്ട് അൺബോക്സ് ചെയ്ത് കാണിക്കും. പിന്നെ എനിക്കെന്താണെന്നറിയാം അതിലുള്ളത്. പിന്നെ ഓയില്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. ഞാനിപ്പോൾ അവരെ വെയിറ്റ് ചെയ്യാണ്. എൻ്റെ കസിനും ഫ്രണ്ട്സും അല്ല ഒരു ഫ്രണ്ടും നാട്ടിൽ നിന്ന് വരുമ്പോഴാണത് കൊണ്ടുവരുന്നത്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു 12 മണിയായി ഏകദേശം. അപ്പോൾ വന്നിട്ട് കാണാം. അപ്പോഴത്തേക്ക് പിന്നെ എല്ലാം എണീറ്റ് ഞങ്ങൾ രണ്ടുപേരും പുട്ടെല്ലാം ആക്കി, പുട്ട് കഴിച്ച് അത് കഴിഞ്ഞ് അവരെത്തിയപ്പോൾ ഞാൻ അവർക്ക് ഫുഡൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച്. അപ്പോൾ താഴ്ന്ന് പൊറോട്ടയും ബീഫ് കറി ഓർഡർ ചെയ്തിട്ട് അവരതാ കഴിച്ചത്. ഇതാണ് നാട്ടിൽ നിന്ന് വന്ന പെട്ടി. അതിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം അതിലെന്താ ഉള്ളതെന്ന് അറിയാനും. ഞാനും ഭയങ്കര എക്സൈറ്റഡാ. എനിക്കതിലെന്താ ഉള്ളതെന്ന് അറിയെങ്കിൽ പോലും പിന്നെ വീട്ടിൽ നിന്ന് നമ്മുടെ ഉമ്മമാരുണ്ടാക്കി കൊടുത്തയച്ച ബീഫും ബോട്ടിയും പിന്നെ ചിക്കനൊക്കെ കഴിക്കാനുള്ളൊരു ഭയങ്കര എന്താ പറയുക സന്തോഷമാണ് നാട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ. കാര്യമായിട്ടൊന്നുമില്ല അതിൽ. പത്തിരിപ്പൊടി, ഓയില്, നെയ്യ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളത്. നോമ്പിന് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ, അതൊക്കെയാണ് കാര്യമായിട്ടുള്ളത്. പ്രത്യേകിച്ച് പെട്ടെന്ന് കഴിക്കാൻ വേണ്ടി ബേക്കറി അങ്ങനെയൊന്നും കൊടുത്തിട്ടിട്ടില്ല. അത് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ബീഫ്, ബോട്ടി, പിന്നെ പത്തിരിയൊക്കെ ആദ്യം കൊടുത്തു വിടുമായിരുന്നു. ഇപ്പം പിന്നെ നമ്മൾ തന്നെ അത് ആക്കാനൊക്കെ പഠിച്ചുകൊണ്ട് പിന്നെ അത് വേണ്ടെന്ന് പറയലാണ്. അങ്ങനെ പെട്ടിയെല്ലാം പൊട്ടിച്ചെല്ലാം എടുത്ത് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒന്ന് പുറത്തോട്ട് ഇറങ്ങാം. താഴെ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്, നമ്മളൊന്ന് പുറത്ത് പോവാം. ഒരു ടൈലറിങ് ഷോപ്പ് വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് പുറത്തിറങ്ങാമെന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് പോകാൻ നിൽക്കുന്നതാണിപ്പോൾ. അപ്പോൾ അല്ലോൻ്റെ എക്സൈറ്റ്മെൻ്റാണ് കാണുന്നത് പുറത്ത് പോകാമെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി സ്ട്രോളറൊക്കെ എടുത്ത്, ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ അവളെ സ്ട്രോളറും കൊണ്ടാണ് പോവാറ്, അല്ലാതെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല അവളെ. അപ്പോൾ താഴെ റൂമിൽ അവർക്കൊരു മോളുണ്ട്, അവളും ഉണ്ടാവുമ്പോൾ പിന്നെ അങ്ങനെ കുറച്ച് നടന്നിട്ടൊക്കെ വരാമെന്ന് ഓർത്തിങ്ങനെ പോവാണ്. അവരെ നമുക്ക് കാണാം, അവരെ കാണിക്കാം. ഇതാണ് ഇത്ത ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്, 6th മന്താണ്. ഇതാവട്ടെ മോള് അന്നു. നമ്മൾ ഒരു ടൈലറിങ് ഷോപ്പിൽ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങളൊന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഭയങ്കര തണുപ്പാണ് പുറത്ത്. ഇപ്പോൾ ഉച്ചയ്ക്ക് ഇറങ്ങുകയാണെങ്കിലും ഒക്കെ നല്ല ഭയങ്കര കൂൾ വെതറാണ്, ഭയങ്കര തണുപ്പാണ്. നമ്മൾ സ്ഥിരം കബായിൽ ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ കുറേ ഹോം അപ്ലയൻസസ് ഒക്കെ ഉള്ളൊരു ഷോപ്പാണ്. നല്ല നല്ല കളക്ഷൻ ഉണ്ട് ഇവിടെ. നമ്മൾ വീട്ടിലേക്ക് എന്തെങ്കിലും വേണമെങ്കിലൊക്കെ അവിടെ നിന്ന് എടുക്കാറ്. പിന്നെ റൂമിൻ്റെ താഴെ ഒരു കല്യാൺ സിൽക്സ് ഉണ്ട്. ഇത് ഇപ്പം ഇങ്ങനെ ഇരിക്കണോ നോക്കണ്ടെന്നോ, നമ്മുടെ ഓണൊക്കെ സീസൺ വന്നാൽ പിന്നെ അടുക്കാൻ സ്ഥലമില്ല. ഈ ഓറ എന്ന് പറയുന്നത് നമ്മളെ രഞ്ജിമാറില്ലേ, അവരുടെ ബൊട്ടിക്കാന്ന്. അങ്ങനെ ഇവിടെ എത്തി, സ്റ്റിച്ചിങ് ഷോപ്പിലെത്തി. അവിടെ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പിന്നെ തിരിച്ച് റൂമിൽ തന്നെ വന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് വന്നത്. പിന്നെ അതൊന്നും ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ് സത്യം പറഞ്ഞാൽ. ഞാനിങ്ങനെ ഇടയ്ക്ക് മറന്നു പോവാണ് വ്ളോഗ് ചെയ്യണമല്ലോ എന്നുള്ള കാര്യം. റൂമിൽ വന്ന് അല്ലു കുറച്ച് നേരം കളിച്ച്, പിന്നെ ഹസ്ബൻഡ് വന്ന് നമ്മൾ ഇന്ന് പുറത്ത് പോയിട്ട് എന്തെങ്കിലും ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാമെന്ന് ഓർത്ത്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട്, ഇഡ്ഡലിക്കട എന്ന് പറഞ്ഞിട്ട്. ഒരു തമിഴ് റെസ്റ്റോറൻ്റാണത്, ചെറിയൊരു കടയാണ്. ഭയങ്കര തിരക്കാണ് എപ്പോഴും. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് പോയിട്ട്, നല്ല ടേസ്റ്റാണ് അവരെ ഫുഡ്. അപ്പോൾ അവിടെ പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് ഞാനും ഇക്കയും പിന്നെ അല്ലും പിന്നെ അനിയത്തിയും എല്ലാവരും കൂടെ ഇറങ്ങിയതാണ്. പെട്ടെന്ന് ഫുഡ് കഴിച്ച് വന്ന് ഒരു മൂവിയൊക്കെ കണ്ടിട്ട് അങ്ങനെ കിടക്കാമെന്നുള്ള പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ഒരു ചെറിയൊരു ദിവസം. പിന്നെ ഇതാണ് ഷോപ്പ്. നമ്മളടുത്ത് 5 മിനിറ്റേ ഉള്ളൂ പോവാൻ. അവിടെ താഴെ തന്നെയാണ്, നടക്കാനേ ഉള്ളൂ, പക്ഷെ കുറച്ചധികം നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെ വന്ന് നമ്മൾ ബിരിയാണി അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൈഡ് ചിക്കൻസോ അല്ലെങ്കിൽ മന്തിയൊക്കെ കഴിക്കുകയാണെങ്കിലോ അല്ലുവിന് കൂടുതൽ ഇഷ്ടം ഒന്നും കൂടെ ഇങ്ങനത്തെ ഫുഡാണ്. അപ്പോൾ നമ്മൾ രാത്രി ഇന്ന് ഇതന്നെ ആക്കാം. അല്ലു രാവിലെ തൊട്ട് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവൾക്ക് ഇഡ്ഡലി ഭയങ്കര ഇഷ്ടം, അപ്പോൾ ഇഡ്ഡലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ്
അങ്ങനെ അങ്ങനെ വന്നതാ. നല്ല നല്ല ഫുഡാണ്, ഇഡ്ഡലിയൊക്കെ അടിപൊളിയാണ്, നല്ല സൂപ്പർ ഫുഡ്. സൂപ്പർ മോൾക്ക് ഇഡ്ഡലി ഓർഡർ ചെയ്ത്, പിന്നെ ഇക്ക പൂരി പാജിയും ഞാനും ദിലും അനിയത്തിയും പിന്നെ മസാല ദോശയും കഴിച്ച്. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ദിവസം. കൂടുതൽ ഒന്നുമില്ല, ഉണ്ടായിട്ടില്ല. എല്ലാ ദിവസവും ഏകദേശം ഒരുപോലെ തന്നെയാണ് ഇവിടെ. പിന്നെ മിക്ക ദിവസം എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടാവാറുണ്ട്. ഒന്നെങ്കിൽ ഹസ്ബൻഡിന് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ കോച്ചിങ്ങോ, അപ്പോൾ നമ്മളും പോവും. അങ്ങനെ വൈഫുമാരെല്ലാവരും അവിടെ വരാറുണ്ട്, അപ്പോൾ നമ്മളങ്ങനെ അങ്ങനെ പോവും. അല്ലെങ്കിൽ എന്തെങ്കിലും ഷോപ്പിംഗ് ഉണ്ടാവും, റൂമിലോട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുണ്ടാവും, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ എവിടെയെങ്കിലും പോവും. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഫ്രീ ഡേ കിട്ടിയതാണ്. അപ്പോൾ ഇന്നിങ്ങനെ റൂമിലിരിക്കാം, ഇങ്ങനെ ഇരിക്കാം എന്നുള്ളൊരു പ്ലാനിൽ. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഗുഡ് നൈറ്റ്.